സിനിമയുടെ കഥയിൽ പ്രണയവും വരുന്നുണ്ട്, റിവഞ്ച് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈഗോ, നേരത്തെ പറഞ്ഞ മാതിരി ഈഗോ, ഒരു ഇൻവെസ്റ്റിഗേഷൻ പരിപാടി വരുന്നുണ്ട്, ചെറിയൊരു മർഡർ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല പല കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് സിനിമയിൽ. അപ്പൊ ഇതെല്ലാം വളരെ രസകരമായിട്ട് തന്നെ, രസകരം എന്ന് പറയുമ്പോൾ ഭയങ്കര തമാശ എന്നുള്ള രീതിയിലല്ല, ബട്ട് ദെൻ ഭയങ്കര ഒരു നല്ലൊരു ക്രാഫ്റ്റ് എന്നുള്ള രീതിയിൽ ഇതിന്റെ ഡയറക്ടറിനെ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഒരു നല്ലൊരു വർത്ത് വാച്ച് ഇൻ തിയേറ്റേഴ്സ് ആണ്. കാരണം പണ്ടത്തെ ആ ഒരു കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന കുറേ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റുഡിയോ ആണെങ്കിലും പണ്ടത്തെ ആ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ ഈ സിനിമയിൽ കഴിയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കഥ ഒരു ലവ് സ്റ്റോറി നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു നാടകീയമായ ഡ്രമാറ്റിക് ത്രില്ലർ എന്ന് നമുക്ക് പറയാം. കാരണം ഒരു ചെറിയൊരു ഇൻവെസ്റ്റിഗേഷൻ പാടൊക്കെ ഉണ്ട്. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇതാവും, എന്താ പറയുക, സ്പോയിലർ അങ്ങോട്ട് പറയുന്നില്ല. ഭാഗ്യശ്രീ ബോസ്, ദുൽഖർ സൽമാൻ, റാണ തഗ്ബതി, സമുദ്രക്കൻ, ഇവരെല്ലാവരും അടിപൊളിയായിട്ട് കിഡിലിനായിട്ട് പെർഫോം ചെയ്തൊരു സിനിമയാണ്. എസ്പെഷ്യലി ദുൽഖർ സൽമാൻ്റെ ഭയങ്കര രസകരമായിട്ടുള്ള ക്ലോസപ്പ് ഷോട്ടുകൾ, അതായത് ഭയങ്കര, നമുക്കറിയാം അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു സിനിമ, ആ ഒരു തരത്തിലുള്ള ഡ്രമാറ്റിക് മൊമെന്റ്സ് ഒക്കെ നന്നായിട്ട് ചെയ്യാനായിട്ട് നമ്മുടെ DQന്, ദുൽഖർ സൽമാനും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യശ്രീ ബോസെ അടിപൊളി ഒരു പെർഫോമറാണ് എന്ന് നമുക്ക് സിനിമയിൽ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ റാണ തഗ്ബതിയിലെ കുറച്ച് തമാശയായിട്ടുള്ള പരിപാടികളൊക്കെ സിനിമയിലുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട് ഓൾ ടുഗദർ. റാണ തഗ്ബതി പറഞ്ഞു. പിന്നെ നമ്മുടെ സമുദ്രക്കനി, ഹീസ് ഓസം ആസ് ഓൾവേസ്, പുള്ളി എല്ലാ സിനിമയിലുള്ള മരത്തിന് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര ഒരു മുഖത്തൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഒരു എക്സ്പ്രഷനും പരിപാടികളും ഒക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ. ആൻഡ് ഫൈനലി പാട്ടുകളും അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫിയും ഒക്കെ അന്നത്തെ കാലത്തെ വിഷ്വൽസും പരിപാടിയൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരിപാടി, പാട്ടുകൾ നമ്മുടെ ജേക്സ് ബിജോയ് ഇത് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. പിന്നെ ജാനു ചണ്ടർ, അതാണ് അങ്ങനെ ഒന്ന് പറയുന്നത്, പുള്ളിയും ഹി ഹാസ് ഓൾസോ ഡൺ എ വണ്ടർഫുൾ ജോബ് വിത്ത് സോങ്സ് ആൻഡ് അതർ മ്യൂസിക് തിങ്സ് ഇൻ ദ മൂവി. So overall, it is a good watch in theater. കുറച്ച് സ്ലോ ആണ്, ബട്ട് ദെൻ ഇഫ് യു സിറ്റ് ആൻഡ് വാച്ച് ഇറ്റ്, ഇറ്റ് ഇസ് വർത്ത്